നല്ല പുളിയുടെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ലെവൽ ഓഫ് സ്പൈക്സ് തോന്നുന്നുണ്ട്. കപ്പയാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയുള്ളി, കൂടുതലും ചെറിയുള്ളിയാണ്, തക്കാളി ഉപയോഗിക്കുന്നില്ല, അത് ഗാർണിഷ് മാത്രമാണ്. ഇതൊരു 3 days നമുക്ക് വീട്ടിലെ സാധാരണ ടെമ്പറേച്ചറിൽ നമ്മുടെ ചട്ടിയിൽ തന്നെ ഉപയോഗിക്കാം. ഇതിൽ ഗാർലിക്, ജിഞ്ചർ, സോൾട്ട്, ടർമറിക്, ഗ്രീൻ ചില്ലി, ടാമറിൻ ജ്യൂസ്, കറി ലീഫ്, റെഡ് ചില്ലി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ലൈവ് കുക്കിംഗ് സെക്ഷനിൽ നമുക്ക് ഷെഫായിട്ടുള്ളത് ലളിത മാം ഗ്രാൻഡ് ഹയാത്തിലെ CDC ആണ്. സോ നമുക്ക് മാമിനടുത്ത് ചോദിക്കാം, എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്നത്? ഞാൻ ഇന്ന് സീ ഫുഡിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. പഴയ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്, പഴയ ആൾക്കാർക്ക് അറിയുന്ന ഒരു സീ ഫുഡിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ഇത്. 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കുന്നതാണ് ഇതിന്റെ പ്രത്യേകത. പുളിമീൻ ചമ്മന്തി എന്നാണ് ഇതിനെ പറയുക. പഴയ ഒരു ചമ്മന്തി ഇതിന് ഫിഷിന് കുക്ക് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് ഒന്നുമില്ല, നിങ്ങളിവിടെ കണ്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. മാമിനോട് തന്നെ ചോദിക്കാം, എന്താണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന്. മെയിൻ ഇൻഗ്രീഡിയൻസ് ഷാലറ്റ്സ് ആണ്. ഷാലറ്റ്സ്, ടാമറിൻ ജ്യൂസ്, അതായത് നമ്മുടെ വാളംപുളി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗാർലിക്, ജിഞ്ചർ, സോൾട്ട്, കറി ലീഫ്, ഗ്രീൻ ചില്ലി ആൻഡ് റെഡ് ചില്ലി. ഇത്രയും സാധനങ്ങൾ മാത്രമേ ഇതിന് യൂസ് ചെയ്യുന്നുള്ളൂ. Tasting Events present Lulu Seafood Festival 2025 co-powered by Kira. ലൈവ് കുക്കിംഗ് സെഷൻ ഇവിടെ നടക്കുകയാണ്. സോ ആരും മിസ് ഔട്ട് ചെയ്യരുത്. സോ കം ഓൺ ഹിയർ.
നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയുള്ളി, കൂടുതലും ചെറിയുള്ളിയാണ്, തക്കാളി ഉപയോഗിക്കുന്നില്ല, അത് ഗാർണിഷിന് മാത്രമാണ്. ഇതൊരു 3 days നമുക്ക് വീട്ടിലെ സാധാരണ ടെമ്പറേച്ചറിൽ നമ്മുടെ ചട്ടിയിൽ തന്നെ ഉപയോഗിക്കാം. ഇതിൽ ഗാർലിക്, ജിഞ്ചർ, സോൾട്ട്, ടർമറിക്, ഗ്രീൻ ചില്ലി, ടാമറിൻഡ് ജ്യൂസ്, കറി ലീഫ്, റെഡ് ചില്ലി, ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചായിരുന്നു. ഫസ്റ്റ് ഇതെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് അരച്ചെടുക്കുക. ഓനിയൻ ക്രഷ് ചെയ്യാനേ പാടുള്ളൂ. ഓനിയൻ കുക്കാവണമെന്ന്, കുക്കായിട്ടില്ലെങ്കിൽ അതിൽ സൾഫർ ഉണ്ടാവും, അത് പെട്ടെന്ന് ഫുഡിനെ കേടുവരും. അത് കാരണം അതിനെ ഒന്ന് സോട്ട് ചെയ്തതിൽ സൾഫറിൻ്റെ കണ്ടന്റ് കുറച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് ക്രഷ് ചെയ്തത് കറി വെച്ചിരിക്കുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എന്താ എൻ്റെ അത് പ്രത്യേകതയായിട്ട് തോന്നിയത് എന്താണ്? നല്ല പുളിയുടെ ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ കറക്റ്റ് ലെവൽ ഓഫ് സ്പൈസ് തോന്നുന്നുണ്ട്. ഓക്കെ, കപ്പയാണെങ്കിലും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓവർ സ്പൈസ് ആണോ? നോ, അല്ല. എനിക്ക് സ്പൈസ് ഇഷ്ടമുള്ള ആളാണ്. സോ ഓക്കെ, ഇറ്റ്സ് നൈസ്. ഇങ്ങനത്തെ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇത് ഇത്രയും ടേസ്റ്റഡ് ആയിട്ടില്ല. ഈ കപ്പയോടൊപ്പം പെയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റിയാണ്. എന്തിൻ്റെ ഒപ്പം കഴിക്കാനായിരിക്കും കുറച്ചുകൂടി നല്ലത്? ചോറായിരിക്കോ, കപ്പയായിരിക്കോ, കപ്പ, പിന്നെ അപ്പം, അങ്ങനെയുള്ള ചപ്പാത്തി, ഐറ്റംസ്. അങ്ങനത്തെ സംഭവത്തിൻ്റെ ഒപ്പം കഴിക്കാനായിട്ടാണ് ടേസ്റ്റ് ആയിരിക്കും. താങ്ക് യു. ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എന്താണ് നല്ലത് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? സ്പൈസി ആയിട്ട് തോന്നിയോ? എരിയുന്നുണ്ടോ? ഇല്ല, നല്ല ഇഷ്ടമായി. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഡിഷ് എന്ന് പറയുന്നത് മീൻ പുളി ചമ്മന്തിയാണ്. അതായത് ഒരു ചമ്മന്തിൻ്റെ അകത്ത് മീനിട്ട് കുക്ക് ചെയ്താൽ എങ്ങനെയിരിക്കും അതുപോലത്തെ ഒരു ഡിഷാണ്. അതിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. വളരെ സ്പൈസി ആയിട്ടുള്ള ഡിഷാണ്. അത് കപ്പയ്ക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഡിഷാണ്. ഇതുണ്ടാക്കാൻ കുറച്ച് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ. ഷാലറ്റ്സ്, ഗാർലിക്ക്, ജിഞ്ചർ, കറി ലീഫ്, ടാമറിൻഡ് ജ്യൂസ്, റെഡ് ചില്ലി, കോക്കനട്ട് ഓയിൽ, ഇത്രയും സാധനങ്ങൾ മാത്രം ചേർത്തിട്ട് ഏത് മീനിലും ചെയ്യാവുന്ന ഒരു ഡിഷാണ്. ഞാൻ ഇവിടെ നിന്ന് നെയ്മീനിലാണ് ചെയ്തത്. സാധാരണ നമുക്ക് ചാളയിലോ അയലയിലോ നെത്തോലിയിലോ എല്ലാ മീനിലും ചെയ്യാം. എല്ലാ വർഷവും പോലെ ഈ വർഷവും ഞാൻ ലുലുവിൽ വന്നു. ഇവരുടെ സീ ഫുഡ് ഫെസ്റ്റിവല് അംഗമാവാൻ പറ്റി. ഞാനുണ്ടാക്കുന്ന ഫുഡ് മറ്റുള്ളവർക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും എനിക്ക് ലുലുവിനോട് കടപ്പാടുണ്ട്, നന്ദിയുണ്ട്.